എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല. ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തിയില്ല. പ്രേമലേഖനം എഴുതില്ല. ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നെഴുതിയ ടിയുടെ പ്രവചനാത്മകതയ്ക്ക് മുന്നിൽ ഓർത്തുവെക്കാൻ വാക്കുകളുടെ മായാജാലം സമ്മാനിച്ച് ധന്യമായ ആ മടക്കം. മലയാളികളുടെ മനസ്സിലെ ആത്മദീർഘമായ ആ ദ്വയാക്ഷരം കാലം കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു, ഇതിഹാസമായിരുന്നു ടി. മനുഷ്യന്റെ മനോവിധയും സംഘർഷവും സമ്മേളിക്കുന്ന അക്ഷര നക്ഷത്രങ്ങളുടെ ഭാവാതീവ്രത തലമുറകൾക്ക് പകർന്നു നൽകിയ എഴുത്തിന്റെ മഹാപുണ്യം. സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവും അടക്കം കൈവച്ചതെല്ലാം പൊന്നാക്കിയ അക്ഷര വെളിച്ചം. പുന്നയൂർകുളം ടി നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും 4 ആൺമക്കളിൽ ഇളയ മകനായി 1933 ജൂലൈ 15 പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു ടിയുടെ ജനനം. മലമക്കാവ് എലിമെന്ററി സ്കൂൾ, കുമാരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദം നേടി. പിന്നീട് കുറച്ചു കാലം അധ്യാപകനായി. തുടർന്ന് 1956 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ദീർഘകാലത്തെ ഔദ്യോഗിക സേവനം. സ്കൂൾ കാലം മുതൽ എഴുത്തിൽ തൽപരൻ. 1953 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1ാം സമ്മാനം നേടിയതോടെ എഴുത്തുകാരൻ എന്ന നിലയിൽ ആദ്യ പുതുവൽ. കാലം, അസുരവിത്ത്, വിലാപയാത്ര, മഞ്ഞ്, NP മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന്, 2ാം ഊഴം, വാരണാസി തുടങ്ങിയ നോവലുകൾ, കൂടാതെ ഒട്ടനവധി ചെറുകഥകളും നോവലുകളും. ടിയുടെ കരസ്പർശമേറ്റതെല്ലാം മലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. 1984 2ാം ഊഴം പുറത്തുവരുന്നത്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാഭാരതത്തെ ഭീമന്റെ വീക്ഷണത്തിൽ കാണുന്ന 2ാം ഊഴം ടിയുടെ എക്കാലത്തെയും മാസ്റ്റർ പീസുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. സാഹിത്യ ജീവിതത്തിന്റെ സ്വാഭാവിക പരിണാമമായിരുന്നു ടിക്ക് സിനിമയും. സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുന്നത്. തുടർന്ന് തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ 50ലേറെ ചലച്ചിത്രങ്ങൾ. നിർമാല്യം, ബന്ധനം, മഞ്ഞ്, വാരിക്കുഴി, കടവ്, ഒരു ചെറുപുഞ്ചരി എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു. ചെറുകഥകൾ പോലെ തന്നെ ചെത്തിയൊതുക്കിയ സമഗ്രതയാർന്ന തിരക്കഥകളായിരുന്നു ടിയുടേത്. സംവിധായകൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് മലയാള സിനിമയെ നവീകരിച്ചു. ടി രൂപപ്പെടുത്തിയ കഥാപാത്രങ്ങൾ മലയാളത്തിലെ മഹാരഥന്മാരായ നടന്മാരുടെ ചൈത്രയാത്രയിൽ നാഴികക്കല്ലുകളായി മാറി. 2005 രാജ്യം ടിയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1995 സാഹിത്യരംഗത്ത് ഭാരതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, പത്മരാജൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണപ്പെട്ട ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. വരാതിരിക്കില്ല എന്ന ഒറ്റ വാക്കിലൂടെ പ്രതീക്ഷയുടെ ഒരു പ്രപഞ്ചത്തെ തൂലികയിൽ ഒതുക്കിയ കാലത്തിന്റെ ആ മഹാപ്രവാഹത്തിന്